ബൈക്ക് യാത്രികന്റെ ധൈര്യം കൂടി സമ്മതിച്ചേ മതിയാകും. ഒരു പക്ഷേ മറ്റാരെങ്കിലും ആണെങ്കിൽ അവിടെ വാഹനം നിലത്തിട്ട് ഓടുന്നതാണ് സാധാരണ രീതിയിലൊക്കെ നമുക്ക് കാണാറ്. പക്ഷേ ആ വാഹനം മുന്നോട്ടെടുത്തു. ആന ആ സമയത്ത് സ്തംഭിച്ച ആന കുറച്ചു സമയം നിന്നതുകൊണ്ട് മാത്രം ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ഈ ദൃശ്യം ഏറെ ഞെട്ടിലുളവാക്കുന്നതാണ്. മാത്രമല്ല ബൈക്ക് യാത്രക്കാരടങ്ങുന്ന ആളുകൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെയൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. കാട്ടാനകളും മറ്റ് വന്യജീവികളൊക്കെ ഏറെ പുറത്തേക്ക് ഇറങ്ങുന്ന, റോഡരികിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. മാത്രമല്ല ഈ കാടിനുള്ളിലെ ഇല കൊഴിയുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും കാട്ടാനകൾക്ക് നിരന്തരം വനത്തോട് ചേർന്ന റോഡുകളിൽ നിലയുറപ്പിക്കാൻ ഏറെ സാധ്യതയുള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ജാഗ്രത കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കണം വാഹനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു പാഠം കൂടിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ മാത്രമല്ല, ആ ദൃശ്യങ്ങളിൽ എടുക്കുമ്പോഴുണ്ടായ അതിന്റെ ശബ്ദവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ട ശേഷം ഷഫീഖിലേക്ക് വരാം.